നമസ്കാരം. ഈ മണിക്കൂറിലെ പ്രധാന വാർത്തയുമായി സ്പോട്ട് ലൈവിലേക്ക്. കുംഭമാസ പൂജയ്ക്ക് യുവതികൾ ശബരിമലയിൽ എത്തുമോ? ശബരിമല സന്ദർശനം നടത്താൻ യുവതികൾക്കാകുമോ? അതോ ശബരിമല കർമ്മസമിതി ശക്തമായി തടയുമോ? യുവതികളെത്തിയാൽ പ്രതിഷേധമുണ്ടാകുമെന്ന നിലപാടുമായി ശബരിമല കർമ്മസമിതി ശക്തമായി തന്നെ രംഗത്തുണ്ട്. തുലാമാസ പൂജയുടെ സമയത്തും വൃശ്ചിക മകരമാസ പൂജ സമയത്തും ശബരിമല സാക്ഷ്യം വഹിച്ച സംഭവങ്ങൾ, കേരളം ഇതുവരെ കാണാത്ത സംഭവങ്ങൾ വീണ്ടും ആവർത്തിക്കുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. പ്രത്യേകിച്ചും ശബരിമല യുവതീ പ്രവേശന വിഷയത്തിലെ പുനഃപരിശോധന ഹർജികളിൽ സുപ്രീം കോടതി തീർപ്പ് വരാനിരിക്കുന്ന സാഹചര്യത്തിൽ ഇനിയും അതുമായി ബന്ധപ്പെട്ട സമയം അവശേഷിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ തീർത്ഥാടന കാലം കുംഭമാസ പൂജയ്ക്ക് മുൻപ് വിധി വരുമെന്നാണ് നേരത്തെ കരുതിയിരുന്നത്. എന്നാൽ ആ സ്ഥിതിയല്ല ഇപ്പോൾ നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ കുംഭമാസ പൂജ സമയത്തും യുവതികൾ ശബരിമലയിൽ എത്തുമോ എന്നുള്ളത് തന്നെയാണ് ഓരോ വിശ്വാസികളും ഉറ്റുനോക്കുന്നത്. പ്രത്യേകിച്ചും ശബരിമല കർമ്മസമിതി തുടക്കം മുതൽ ഈ വിഷയത്തിൽ സ്വീകരിച്ച നിലപാട് അതുമായി മുന്നോട്ട് പോകും എന്നതിന്റെ സൂചനകൾ തന്നെയാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നട തുറക്കാൻ മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെ കനത്ത ജാഗ്രതയിൽ തന്നെയാണ് സന്നിധാനം. പോലീസിന്റെ സുരക്ഷ ശക്തമാണ്. അതോടൊപ്പം തന്നെ അയ്യപ്പ കർമ്മസമിതിയും വിശ്വാസികളും ഒരു വശത്ത് ജാഗ്രതയിലാണ്. യുവതികൾ വന്നാൽ ഏത് വിധേനയും അത് തടസ്സപ്പെടുത്തും എന്ന് തന്നെയാണ് ശബരിമല കർമ്മസമിതി ആവർത്തിക്കുന്നത്. നവോത്ഥാന ഫേസ്ബുക്ക് കൂട്ടായ്മ കഴിഞ്ഞ തീർത്ഥാടന കാലത്ത് തന്നെ, പ്രത്യേകിച്ചും സുപ്രീം കോടതി വിധി വന്നതിന് ശേഷം, യുവതികൾക്ക് പ്രവേശനമാകാം എന്ന വിധി വന്നതിന് ശേഷം നവോത്ഥാന കൂട്ടായ്മ പലവട്ടം യുവതികൾ ശബരിമലയിൽ എത്തുന്നതുമായി ബന്ധപ്പെട്ട ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും പലതവണ യുവതികൾ ശബരിമലയിൽ എത്തുകയും ചെയ്തിരുന്നു. പക്ഷേ അതെല്ലാം അയ്യപ്പ കർമ്മസമിതി പ്രവർത്തകരുടെ മുന്നിൽ, വിശ്വാസികൾക്ക് മുന്നിൽ അവർക്ക് മുട്ടുമടക്കേണ്ടി തിരിച്ചു പോകേണ്ടി വന്ന ഒരു കാഴ്ചയാണ് കണ്ടത്, സന്നിധാനം കണ്ടത്, കേരളം ചർച്ച ചെയ്തത്. പക്ഷേ വീണ്ടും ആ സ്ഥിതി ആവർത്തിക്കുകയാണ്. നവോത്ഥാന ഫേസ്ബുക്ക് കൂട്ടായ്മ യുവതികളോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ശബരിമല സന്ദർശിക്കണമെന്ന, യുവതികൾ ശബരിമലയിൽ എത്തണമെന്നുള്ള ആഹ്വാനം ഫേസ്ബുക്ക് കൂട്ടായ്മയിലൂടെ നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് അയ്യപ്പ കർമ്മസമിതി ഇന്ന് വ്യക്തമാക്കിയത് ഒരു കനത്ത ജാഗ്രത അവിടെ അവർ തുടരും. ഏത് വിധേനയും സ്ത്രീകൾ വന്നാൽ തടയും. അതുകൊണ്ട് തന്നെ ഒട്ടും ശാന്തമല്ല ശബരിമലയിലെ കാര്യങ്ങൾ. പ്രത്യേകിച്ചും നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും സ്ഥിതിഗതികൾ ശാന്തമല്ല. പമ്പയിലും നിലയ്ക്കലും സന്നിധാനത്തും ഒക്കെ പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സംഘർഷ സാധ്യതയുണ്ടെന്നുള്ള ഇന്റലിജൻസ് മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ പ്രത്യേക നിരീക്ഷണം തന്നെയാണ് ശബരിമലയിലും സന്നിധാനത്തും പമ്പയിലും ഒക്കെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ജില്ലാ പോലീസ് മേധാവി ജില്ലാ കളക്ടർക്ക് നിരോധനാജ്ഞ പ്രഖ്യാപിക്കണമെന്നുള്ള സംബന്ധിച്ചുള്ള റിപ്പോർട്ട് നൽകിയിരുന്നെങ്കിലും ഇതുവരെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടില്ല. ഏതായാലും 17-ന് നടയടയ്ക്കുന്നത് വരെ ശബരിമലയിൽ കർശന ജാഗ്രതയുണ്ടാകും. പോലീസിന്റെ കനത്ത നിരീക്ഷണമുണ്ടാകും. സംഘർഷ സാധ്യതകൾ മുന്നിലുണ്ട്. വിശ്വാസി സമൂഹം ഏത് വിധേനയും യുവതീ പ്രവേശം തടയും എന്ന നിലപാടിലാണ്. പ്രത്യേകിച്ചും ശബരിമല യുവതീ പ്രവേശ പുനഃപരിശോധനാ ഹർജികൾ സുപ്രീം കോടതിയിലെത്തിയപ്പോൾ സർക്കാർ സ്വീകരിച്ച നിലപാട്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സ്വീകരിച്ച നിലപാട്, ഇത് രണ്ടും വിശ്വാസി സമൂഹത്തിന്റെ വലിയ വിമർശനങ്ങളാണ് കേൾക്കേണ്ടി വന്നത്. പ്രത്യേകിച്ചും വിശ്വാസികളെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സർക്കാരും വഞ്ചിച്ചു എന്ന വിശ്വാസികൾ ആവർത്തിച്ചുകൊണ്ടിരുന്നു. ഒരു വലിയ മലക്കം മറിച്ചിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ശബരിമല വിഷയത്തിൽ പുനഃപരിശോധനാ ഹർജി പരിഗണിക്കുന്ന വേളയിൽ എടുത്തത്. അതുകൊണ്ട് തന്നെ സംഘപരിവാർ സംഘടനകളെ സംബന്ധിച്ച് ഇതൊരു വലിയ പ്രസ്റ്റീജിന്റെ പ്രശ്നം തന്നെയാണ്. ഈ ഒരു വിഷയവുമായി അവർ ശക്തമായി തന്നെ മുന്നോട്ട് പോകും. വിശ്വാസം, ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടണം. അതോടൊപ്പം തന്നെ തുടക്കം മുതൽ സംഘപരിവാർ സംഘടനകൾ എടുത്ത നിലപാടിൽ നിന്നും അവർ പിന്നോട്ടില്ല എന്ന് തന്നെ അവർ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും ലോക്സഭാ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന ഈ സമയത്ത് എന്ത് വില കൊടുത്തും തങ്ങളുടെ അജണ്ട നടപ്പാക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ അയ്യപ്പ കർമ്മസമിതി അടക്കമുള്ള, അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകൾ അടക്കമുള്ളവരുടെ നിലപാട്. ഏതായാലും മണിക്കൂറുകൾ ശബരിമലയെ സംബന്ധിച്ച് ഉദ്വേഗം നിറഞ്ഞതാണ്. 17-ന് നടയടയ്ക്കുന്നത് വരെ സ്ഥിതിഗതികൾ ശാന്തമായിരിക്കുമോ? യുവതികൾ പ്രവേശിക്കുമോ? ശബരിമല കർമ്മസമിതി തടയുമോ? ഇത് തന്നെയാണ് ഈ മണിക്കൂറിൽ കേരളം ഉറ്റുനോക്കുന്നത്. കൂടുതൽ വാർത്തകളുമായി വീണ്ടും മടങ്ങിവരാം.